വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മോഹം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇലവയിലായി നിന്നെ. നമസ്കാരം. BM-TVയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇഞ്ചോടിഞ്ചിന്റെ പുതിയ എപ്പിസോഡുമായി വന്നിരിക്കുന്നത് മാനവീയ വീഥിയിലാണ്. തിരുവനന്തപുരത്തെ മാനവീയ വീഥിയിൽ ഒത്തിരിയേറെ കലാകാരന്മാരും കലാകാരികളും പാട്ടുകളും വരകളും കൊട്ടുകളുമൊക്കെ ആയിട്ട് ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരിയേറെ ആളുകൾ ഇരിപ്പുണ്ട്. നമുക്ക് നമ്മുടെ ഇഞ്ചോടിഞ്ചിന്റെ ചോദ്യങ്ങളും രസകരമായിട്ടുള്ള മറുപടികളും കേൾക്കുന്നതിനായിട്ട് നമുക്ക് അവരിലേക്ക് പോകാം. കം ഓൺ. അപ്പോൾ നമ്മുടെ ഇഞ്ചോടിഞ്ച് എന്നുള്ള പ്രോഗ്രാമിന് ആദ്യത്തെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാനവീയം വീഥിയിൽ ഇവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റിയാണ്. ആൻറ്റിയുടെ പേരെന്താണ്? ലത. ലത എന്നാണ് എൻ്റെ പേര്. എവിടെ സ്ഥലം? എവിടെയാണ്? കുടപ്പനക്കുന്ന് BP-തമ്പി റോഡ്. ഇവിടെ 2 മാസം. അപ്പോൾ ലത ആൻറ്റിയോടുള്ള നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്. ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒത്തിരിയേറെ റൂട്ടുകളുണ്ടല്ലോ. ഇന്നിപ്പം വെള്ളമൊക്കെ കയറി പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ കൂടി ഒത്തിരിയേറെ റൂട്ടുകളുണ്ട്. ആ റൂട്ടുകളെല്ലാം വാഹനം പോകുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടെ എങ്ങനെ വെള്ളം, മഴ പെയ്ത് വെള്ളം കുഴപ്പമില്ല, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്, ഗതാഗത തടസ്സങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ സിറ്റിയിൽ പലയിടങ്ങളിലും ആ റൂട്ടുകളൊന്നും വണ്ടി പോകാത്ത സാരി വെള്ളം കയറിയിട്ടുണ്ടല്ലേ. നമ്മുടെ ആറ്റുകാലൊക്കെ ഒത്തിരി വെള്ളം കയറി, വണ്ടികളൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ റൂട്ടുകളിലൊക്കെ വാഹനം പോകുന്നുണ്ട്. എന്നാൽ വാഹനങ്ങൾ പോകാത്ത റൂട്ട് ഏതാണ്? കുസൃതി ചോദ്യമാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ, വാഹനങ്ങൾ പോകാത്തത് ഈ ഭാഗത്തോട്ടാണ്. റോഡുമായി ബന്ധപ്പെട്ടല്ല വരുന്നത്. ഇതൊരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ റൂട്ടുമായി ബന്ധപ്പെട്ടായിരിക്കും ഉത്തരം വരുന്നത്. ഇപ്പൊ വെളുത്തക്കാട് തന്നെ വയ്ക്കാം. അപ്പോൾ ആൻറ്റി വളരെ ആധികാരികമായിട്ട് നമ്മുടെ ആ റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടി പോകുന്നവർ വലിയ പാടാണെന്നൊക്കെ പറയുന്നുണ്ട്. ആൻറ്റി ഉത്തരം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. വാഹനങ്ങൾ പോകാത്ത റൂട്ടെന്ന് പറയുന്നത് ബീറ്റ് റൂട്ട്. അങ്ങനെയാണ് ഉത്തരം. ഇപ്പോൾ മനസ്സിലായി ഏത് തരത്തിലാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നതെന്ന്? ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ഒരു ചോദ്യം കൂടി നമുക്ക് ആൻറ്റിയോട് ചോദിക്കാം. ആൻറ്റി ജോലി തിരക്കിലൊക്കെ നിന്ന് വളരെ ക്ഷീണിതമായി നിൽക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ചിന്തിച്ചൊരു ഉത്തരം പറയാൻ പറ്റാത്തത് അല്ലേ? ടെൻഷൻ ഉണ്ടോ? ആണോ? അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാത്തൊരു ചോദ്യം ചോദിക്കാം. ഡ്യൂട്ടിക്ക് വന്ന വനിതാ പോലീസിനോട് SI ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിയമന ഉത്തരവ് കിട്ടിയത്? ഇതിന് രണ്ടിനും കൂടി അവർ ഒരു ഉത്തരമാണ് നൽകിയത്. എന്തായിരിക്കും ഉത്തരം? നിയമന ഉത്തരവ് എന്ന് പറയുമ്പോൾ കോടതി എന്ന് പറയൂ. അത് വളരെ ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചാണ് പറയണമെന്നാണ് അല്ലേ? അല്ല, ഒരു വളരെയധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓർഡർ കിട്ടിയത് മോളിൽ നിന്നാണ്. ആ ചേച്ചിയുടെ പേരും ഉത്തരവ് കിട്ടിയതും ഒരു ഉത്തരവാണ്. മോളിൽ നിന്നാണ് പേര്, മോളിൽ നിന്ന് ഉത്തരവ് കിട്ടിയത് മോളിൽ നിന്ന്. ഓക്കെ, അപ്പം വളരെയധികം സന്തോഷം ലത ആൻറ്റി. അപ്പോൾ ജോലി കഴിഞ്ഞോ? ഇനിയുണ്ട്. അപ്പോൾ ജോലി എന്തായാലും നടക്കട്ടെ. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, ശരി. അടുത്ത ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. നമുക്ക് അവരിലേക്ക് പോവാം. രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത 2 വ്യക്തികളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ആദ്യം. എന്താണ് പേരെന്താണ്? അരുൺ. നിലീന. അത് വെറൈറ്റി ആണല്ലോ. എന്ത് ചെയ്യുന്നു? BBA സ്റ്റുഡൻ്റാണ്, ഡിഗ്രി. ഞാൻ മാത്തമാറ്റിക്സ് സ്റ്റുഡൻറ്. കണക്കാണല്ലോ. നമ്മളെ ചോദ്യങ്ങളിലും ചിലപ്പോൾ കണക്കുണ്ടാവും. അത് വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. നിങ്ങൾ പഠിക്കുന്ന അത്ര വലിയ കണക്കൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഇവിടെ തന്നെ കാരമന. ഞാനിവിടെ 4-5 വരെ പഠിക്കാൻ. കണ്ണൂരാണ് വീട്. അടൂരാണ്? കണ്ണൂരാണ്. കണ്ണൂരെന്ന് തെയ്യങ്ങളുടെ നാട്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഒരാള് കുളിക്കാൻ വേണ്ടിയിട്ട് കുളിക്കടവിലേക്ക് പോവാണ്. ആ പോകുന്ന കുളിക്കടവിൽ ഒരു മാവുണ്ട്. ആ മാവിൽ 10 പഴുത്ത മാങ്ങ നിൽപ്പുണ്ട്. അയാൾ കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് വീണു, അയാൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. അങ്ങനെയാണെങ്കിൽ മാവിൽ എത്ര മാങ്ങ ഉണ്ടാകും?
പറഞ്ഞ നിങ്ങൾ എന്തെങ്കിലും തലതിരിച്ചല്ലേ എപ്പോഴും പറയുള്ളൂ. അതാണ് പ്രശ്നം, ചിന്തിക്കണമല്ലോ. ഒന്നുകൂടെ ചോദ്യം റിപ്പീറ്റ് ചെയ്യൂ. ഒന്നുകൂടി ചോദ്യം പറഞ്ഞുതരാം. ഒരാൾ കുളിക്കാൻ വേണ്ടിയിട്ട് കുളിക്കടവിലേക്ക് പോകുമായിരുന്നു. ആ പോകുന്ന വഴിക്ക് ഒരു മാവുണ്ട്. ആ മാവിൽ 10 പഴുത്ത മാമ്പഴം നിൽപ്പുണ്ട്. അയാൾ കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് വീണു, കുളിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴും ഒന്ന് വീണു. അങ്ങനെയാണെങ്കിൽ 10. ശരി ഉത്തരം. ഭയങ്കര ചോദ്യം റിപ്പീറ്റ് ചെയ്തോണ്ടല്ലേ പറയാൻ പറ്റിയ. വളരെ പതിയെ പറഞ്ഞുകൊണ്ടാണ് ഉത്തരം കിട്ടിയല്ലേ. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ഇനിയിപ്പം ഈ ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കുറച്ചും കൂടി കടുത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ഒരു ചോദ്യം. ഇപ്പം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് എല്ലാ റൂട്ടുകളിലൊക്കെ വണ്ടി പോകുന്നുണ്ട്, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പം മഴയൊക്കെ ആയിട്ട് വെള്ളം കയറിയിട്ട് പോകാത്ത അവസ്ഥയിലാണ് എല്ലാ റൂട്ടുകളും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വാഹനങ്ങൾ പോകാത്ത റൂട്ട് ഏതായിരിക്കും? അല്ല, കുസൃതി ചോദ്യമല്ലേ, ആ കണക്കിന്റെ അത്രയും ചിന്തിക്കണ്ട. നമ്മളെ കുഞ്ഞു പരിപാടിയല്ല, അപ്പം കുഞ്ഞുത്തരം. ഭയങ്കര. അപ്പം 2 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ വളരെ ടഫായിട്ടുള്ള ചോദ്യം പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ചേട്ടൻ ഉത്തരം പറയുന്നില്ല കേട്ടോ, ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ 2 ബക്കറ്റിൽ വെള്ളമുണ്ട്. ഓക്കെ, ആ ബക്കറ്റിൽ ഓട്ടയുണ്ട്. എന്നാൽ ആ വെള്ളം ചോർന്നു പോയില്ല. എന്തുകൊണ്ട്? സത്യം പറ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആദ്യം കൊടുത്തായിരുന്നോ? നമ്മുടെ ചാനലിന് ആദ്യം കൊടുത്തിട്ടുള്ളതാണോ? ഇവർക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ല, ചോദിക്കുന്നതെല്ലാം ഉത്തരം പറയുന്നുണ്ട്. 3 ചോദ്യം ചോദിച്ചു, 3 ഉത്തരം പറഞ്ഞു. അവിടെ ഗൂഗിൾ വല്ലതും തപ്പുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള ചോദ്യമാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചുരുണ്ട മുടിയുള്ള സ്ഥലം ആഫ്രിക്ക. വളരെ ചിന്തിക്കാതെ തന്നെ പറയാൻ പറ്റുന്നുണ്ട്. അതാണ് ആദ്യമേ പറഞ്ഞത്. സോഷ്യൽ മീഡിയ നമ്മൾ കേട്ട് താഴ്മൊരു കാര്യമായിരിക്കും, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം അത്രത്തോളം ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്നതിന് മുമ്പായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് ഞെട്ടിച്ചളഞ്ഞോട്ടെ. ഉത്തരം ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ടുള്ളതാണ്. കണക്കിലല്ലെന്നാണ്, കുസൃതിയാണ്. എനിക്ക് ഡിഗ്രി എടുത്തേക്കുന്നതാണ് തോന്നുന്നത്. കുരുട്ട് ഉദ്യോഗിച്ചിട്ടുണ്ട്. അത് കണ്ണൂരിൻ്റെ പ്രത്യേകത ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ 4 ചോദ്യങ്ങൾക്കും ഗംഭീരമായി തന്നെ ഉത്തരം പറഞ്ഞു. നമ്മൾ കുറേ സഞ്ചരിക്കേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഒരു ആൻറ്റിയെ കണ്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും ചോദ്യങ്ങളുടെയൊക്കെ ഏകദേശം നാശമായി. ഓക്കെ, അപ്പോൾ ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. മാനവീയ വീതിയെ പറ്റി അറിയാലോ. എത്ര നാളായി ഇവിടെ ഈ മാനവീയ വീതിയൊക്കെ? ഒരുപാട് നാളെ വരുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് 1.5 മാസമായിട്ടുള്ളൂ. മാനവീയ വീതി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ പരിപാടിയൊക്കെ നടത്താറുണ്ട്. ആണോ? എന്ത് ചെയ്യുന്നു? പറഞ്ഞിട്ട് അതിന് റിപ്പിൾ പ്രൊമോഷൻ ചെയ്ത് നമ്മൾ 2 പേരും കൂടെ കൊളാബ് ചെയ്ത് ഇപ്പോൾ ഇവിടെ മ്യൂസിക്കിൻ്റെ ഇത് നമ്മളെ ചെയ്ത് തന്നെ വേറെ ടീംസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ ആയിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ലെവലായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഡാൻസിനൊക്കെ ഓൺ കോമ്പോസിഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു സംഭവം. നമ്മൾ ആദ്യം ഇവിടെ വന്ന് ആദ്യം പാട്ടൊക്കെ മാനവീയ വീതിയാണ്. ഇവിടെയാണ് ഈ എന്താണ് സഭാകമ്പമില്ലാതെ പാടുന്നതായാലും വരയ്ക്കുന്നതായാലും കൊട്ടുന്നതായാലും ഈ മാനവീയ വീതിയിലാണ്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വളരെ അസാധ്യമായിട്ട് പാടുന്നൊരു കലാകാരനാണ്. ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം അതായിരുന്നു. ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനും തിരിച്ചറിയേണ്ട ഒരു കലാകാരനായിരുന്നു. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. റെഡി? ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മോഹം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇലവയിലായി മിന്നി മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ നെഞ്ചിലാടും വഞ്ചിരാതിൻ നാളം പോൽ നിന്നാളും വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മോഹം
ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇലവയിലായി നിന്നെ. മാൻ ഒരു രക്ഷയില്ല, അസാധ്യമായിട്ട് പാടി കളഞ്ഞു. രക്ഷയില്ല കേട്ടോ. ഇതാണ് ഈ കുറച്ച് മടിച്ച് നിൽക്കുന്നവർ അങ്ങേയറ്റം രക്ഷയില്ലാതെ പാടുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് കുറച്ച് ജാടേ കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, ചോദിക്കട്ടെ. ഒരു വീട്ടിൽ കണ്ടൻ പൂച്ച ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു ചക്കിപ്പൂച്ച ആ വീട്ടിൽ വന്നു. കണ്ടൻ പൂച്ച കുറേ നേരം അവളെ നോക്കി നിന്ന ശേഷം അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞത്? എനിക്കായിരുന്നു മ്യാവ്. മ്യാവ്. അപ്പൊ നമ്മുടെ ഇഞ്ചോട് ഇഞ്ചിന്റെ ഒരു എപ്പിസോഡിൽ 5 ഉത്തരവും കൃത്യമായിട്ട് പറഞ്ഞ നമ്മുടെ 2 കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് ഇനി അടുത്തത് സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ്. ഈ സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അത് നൽകുന്നതിലേക്കായിട്ട് അതിൻ്റെ പ്രസിഡന്റ് ഹർഷകുമാർ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സമ്മാനം ഇത്ര പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മുടെ ഇഞ്ചോടിഞ്ച് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഉത്തരവും പറഞ്ഞ് സമ്മാനവുമായിട്ട് അവർ പോയി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇഞ്ചോടിഞ്ചിൽ പുതിയ ചോദ്യങ്ങളും രസകരമായിട്ടുള്ള മറുപടികളുമായി കാണുന്നതുവരെ അഖിലാഷ് കരിമൻ സൈനിങ് ഔട്ട്. വെഞ്ഞാറമൂട് തെക്കാട് പ്രവർത്തിക്കുന്ന VR ബൂൺസ് ഫാമിലി സലൂൺ എക്സ്ക്ലൂസീവ് ഓഫറുമായി ഫസ്റ്റ് ആനിവേഴ്സറിയിലേക്ക് പ്രവേശിക്കുന്നു. ₹1500 തുടങ്ങുന്ന ഹൈഡ്രാ ഫേഷ്യൽ, കൂടാതെ ഹെയർ സർവീസ്, ബ്രൈഡൽ മേക്കപ്പ് ആൻഡ് ഹെയർ കളർ. ജെൻസിന് വേണ്ടിയിട്ടുള്ള ഹെയർ കട്ടിംഗ് ₹130 മാത്രം. കൂടാതെ ഹെയർ വാഷ് ആൻഡ് ഹെയർ സെറ്റിംഗ്. ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഹെയർ കട്ടിംഗ് ₹350 മാത്രം. കൂടാതെ ഹെയർ വാഷ് ആൻഡ് ഹെയർ സെറ്റിംഗ്. ₹99 മുതൽ തുടങ്ങുന്ന ഹെയർ കളറിംഗ്. ₹1000 മുതൽ തുടങ്ങുന്ന ഹെയർ ട്രീറ്റ്മെന്റ്. എല്ലാവിധ ബ്യൂട്ടി സർവീസും VR ബൂൺസ് ഫാമിലി സലൂണിൽ ലഭ്യമാണ്. VR ബൂൺസ് ഹെയർ ബ്യൂട്ടി മേക്കപ്പ് സ്റ്റുഡിയോ, തൈക്കാട്, വെഞ്ഞാറമൂട്. മൊബൈൽ 8593808056 and 8075837500.